സുപ്രധാനമായ ഒരു വാർത്തയിലേക്ക്. സംസ്ഥാനത്തെ ആശുപത്രികളിലെ കൊള്ളയ്ക്ക് തടയിടാൻ കേരള ഹൈക്കോടതിയുടെ സുപ്രധാന വിധി. എല്ലാ ആശുപത്രികൾക്കും ക്ലിനിക്കൽ സ്ഥാപനങ്ങൾക്കും പുറത്ത് നിർദ്ദിഷ്ട നടപടിക്രമങ്ങൾക്കുള്ള നിരക്കുകൾ പ്രദർശിപ്പിക്കണം. ആശുപത്രിയിലെ എല്ലാ ഇടപാടുകളുടെയും ഫീസ് വിവരങ്ങളും പ്രദർശിപ്പിക്കണം. വിവരങ്ങളുമായി ആജ്ഞ രവീന്ദ്രൻ. ആജ്ഞ, ആശുപത്രികൾ 7 സ്റ്റാറും 5 സ്റ്റാറും ഒക്കെ ആയിരിക്കുന്ന കാലത്ത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരിക്കും ആശുപത്രികളെ സംബന്ധിച്ച്. പക്ഷേ സാധാരണക്കാർക്ക് ഏറ്റവും ആശ്വാസകരമായി വരുന്ന ഹൈക്കോടതിയുടെ സുപ്രധാന വിധിയാണിത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ശ്രീജ, ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ, കേരള പ്രൈവറ്റ് ഹോസ്പിറ്റൽ അസോസിയേഷൻ, ലബോറട്ടറി അസോസിയേഷൻ തുടങ്ങിയ ഒരു നീണ്ട നിര തന്നെ ഉണ്ടായിരുന്നു എതിർകക്ഷികളായി. ഇവരുടെ എല്ലാം വാദം തള്ളിക്കൊണ്ട് തന്നെയാണ് ഹൈക്കോടതി ഇത്തരത്തിലൊരു തീരുമാനത്തിലെത്തിയിരിക്കുന്നത്. കേരളത്തിലെ ഏത് ക്ലിനിക്കൽ സംവിധാനങ്ങളായാലും ആശുപത്രി സംവിധാനങ്ങളായാലും ഈടാക്കുന്ന നിരക്ക് പ്രദർശിപ്പിച്ചിരിക്കണം. അത് ഇംഗ്ലീഷിലും മലയാളത്തിലും ആശുപത്രിക്ക് മുന്നിൽ തന്നെ റിസപ്ഷനിൽ തന്നെ പ്രദർശിപ്പിക്കണം എന്നാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. ഇതിൽ കൂടുതൽ എന്തെങ്കിലും ചാർജുകൾ ഈടാക്കിയാൽ ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിക്ക് നടപടിയെടുക്കാമെന്നും ആശുപത്രിയുടെ അല്ലെങ്കിൽ ക്ലിനിക്കൽ സ്ഥാപനങ്ങളുടെ രജിസ്ട്രേഷൻ ക്യാൻസലാക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ഹൈക്കോടതി പറഞ്ഞു വെക്കുന്നത്. അങ്ങനെയാണ് ഇത് സംസ്ഥാനത്തെ എല്ലാ ആശുപത്രികൾക്കും ഇത് ബാധകമാണ്. നിർദ്ദിഷ്ട നടപടിക്രമങ്ങൾക്കുള്ള എല്ലാ ഇനവും എല്ലാ ഫീസുകളും കൃത്യമായി പ്രദർശിപ്പിച്ചിരിക്കണം എന്ന് തന്നെയാണ് ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നേരത്തെ തന്നെ കേരള ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ സാബു പി ജോസഫ്, അഡ്വക്കേറ്റ് സാബു വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള ആൻഡ് അതേഴ്സ് എന്ന് പറയുന്നത് 2021 കേസിലെ വിധി കൂടി ഇതിനോടൊപ്പം കോടതി ചേർത്തിട്ടുണ്ട്. അതായത് നിയമത്തിലെ സെക്ഷൻ 39 പ്രകാരം പൊതുജനങ്ങൾക്ക് നൽകുന്ന സേവനത്തിന്റെ ഫീസും അതിന്റെ കൃത്യമായ നിരക്കുകളും പ്രദർശിപ്പിക്കണമെന്നാണ് സംസ്ഥാന സ്വകാര്യ ആശുപത്രിക്ക് നേരത്തെ തന്നെ ഹൈക്കോടതി നൽകിയിരിക്കുന്ന നിർദ്ദേശം. അതുകൊണ്ട് തന്നെ ഈ സെക്ഷൻ 39 പ്രകാരം ഇപ്പോൾ എതിർകക്ഷികളായിരിക്കുന്ന ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ, അതുപോലെ ലബോറട്ടറി അസോസിയേഷൻ, കേരള ഹോസ്പിറ്റൽ സംസ്ഥാന അസോസിയേഷൻ തുടങ്ങിയവയ്ക്കൊന്നും ഇതുമായി ബന്ധപ്പെട്ട് ഹർജിക്ക് പോകാനോ എതിർവാദങ്ങൾ ഉന്നയിക്കാനോ കഴിയില്ല എന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. ശ്രീജ സൂചിപ്പിച്ചതുപോലെ വലിയ തിരിച്ചടിയാണ് ഈ 5 സ്റ്റാർ 3 സ്റ്റാർ ഹോസ്പിറ്റലുകൾക്കൊക്കെ ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകാൻ പോകുന്ന ശക്തമായ എതിർപ്പാണ് കോടതിയിൽ ഇത് കേസ് പരിഗണിക്കുന്ന സമയത്ത് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഉൾപ്പെടെ ശക്തമായ എതിർവാദമാണ് ഉന്നയിച്ചത്. ഇത് മാത്രമല്ല, ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സെക്ഷൻ 39 പ്രകാരം ഹർജിക്കാർക്ക് എതിർവാദം ഉന്നയിക്കാൻ കഴിയില്ല. കേരള ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ടിനെതിരായ ഹർജികളാണ് കോടതി തള്ളിയിരിക്കുന്നത്. ഹൈക്കോടതി ഈ നിയമത്തിൽ നിന്നും ഒന്നും ഏകപക്ഷീയമായോ ഭരണഘടനാ ലംഘനമായോ കാണുന്നില്ല എന്നും ഹൈക്കോടതി സൂചിപ്പിച്ചിട്ടുണ്ട്. നിയമം പാലിക്കുന്നതിലെ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ സംബന്ധിച്ച് കേരള സംസ്ഥാന സർക്കാരുമായി സംസാരിച്ച് ചർച്ച ചെയ്ത് അതിൽ തീരുമാനമുണ്ടാക്കാനുള്ള അനുവാദവും കോടതി നൽകിയിട്ടുണ്ട്. ശ്രീജ, ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്.